Hello guys, welcome back to another video of Project Ucode. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടീഷൻ ആയിരുന്നു മെയിൻ ആയിട്ട് നോക്കിയിരുന്നത് ആൻഡ് ഹൗ ടു ഗെറ്റ് ആൻ ഇൻപുട്ട് കീ. ഒരു കീ ക്ലിക്കിൽ ഒരു കാര്യങ്ങൾ നടത്തുന്ന എങ്ങനെയാണ് നമ്മൾ നോക്കി. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോസ്, ഈ സീരീസിൽ വിൽ ഹാവ് 2 more വീഡിയോസ് ഇൻക്ലൂഡിംഗ് ദിസ്. ഈ 2 വീഡിയോസിൽ ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു കവർ വാട്ട് ഐ ആം സപ്പോസ് ടു. ഒരു ബേസിക് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എനിക്ക് തരാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു ഗെയിം ഉണ്ടാക്കാനുള്ള ഒരു ബേസിക്, തുടങ്ങാനുള്ള ഒരു ബേസിക് നിങ്ങൾക്ക് കിട്ടും. ഇനി ബാക്കിയുള്ളത് സംതിങ് ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് ലൂപ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ കുറച്ച് ഫോളോ ചെയ്യേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ കൂടെ ഐ കവർ ദാറ്റ് ഓൾസോ. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ് മീ ഗോ അഹെഡ് ആൻഡ് ക്രിയേറ്റ് എ സ്ക്രിപ്റ്റ്. സോറി, പ്രോജക്റ്റ് ഓൾറെഡി ഓപ്പൺ ആണ്. സോ ഇഫ് യു ഹാവൻറ്റ്, പ്ലീസ് ഡു. ലെറ്റ് മീ ഗോ അഹെഡ് ആൻഡ് ക്രിയേറ്റ് എ സ്ക്രിപ്റ്റ് ഫസ്റ്റ്. C# script create ചെയ്തു. Now I've told you scriptന് നെയിം കൊടുക്കുമ്പോൾ make sure that you give Pascal case എന്ന് ഞാൻ പറഞ്ഞു. Now രണ്ടാമത്തെ കാര്യം, never rename a script and I will tell you why. എന്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റിനെ റീനെയിം ചെയ്തുകൂടാന്ന് ഞാൻ പറയാം. റീനെയിം ചെയ്താലും there are certain things that you need to follow. See, ഇപ്പൊ ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. Now when I open this, you can see there is a class created in the same name. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോഗ്രാം യു ക്യാൻ സേ ദിസ് ആസ് എ ക്ലാസ്. ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ആണ്. സോ ആ സ്ക്രിപ്റ്റിന് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആ കണ്ടെയ്നറിനകത്താണ് നമ്മൾ ഇടുന്നത്. സോ ഐഡിയലി ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതേ പേരിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ആവും. ആൻഡ് നമ്മൾ ആ സ്ക്രിപ്റ്റ് വിളിക്കുമ്പോൾ ആക്ച്വലി വിളിക്കുന്നത് ഈ ക്ലാസ്സിനെയാണ്, റൈറ്റ്? സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ്, ഇപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റിനെ റീനെയിം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് റീനെയിം ദ സ്ക്രിപ്റ്റ്. ഓക്കെ, ഞാൻ ഇതിന്റെ ടെസ്റ്റ് മാറ്റി I'm going to make it proto market. Now the problem is, let me go ahead and open proto. Problem is ക്ലാസിന്റെ പേര് ഇപ്പോഴും ടെസ്റ്റ് എന്ന് തന്നെയാണ്. സോ ഞാൻ പ്രോട്ടോ എന്ന് വിളിക്കുമ്പോൾ പ്രോട്ടോ എന്ന പേരുള്ള ഒരു ക്ലാസ് ആയിരിക്കും അത് റൺ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടോ? ഇല്ല. ക്ലാസിന്റെ പേര് എന്താണ്? ടെസ്റ്റ്. സോ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഇതിന്റെ പേര് കൂടെ മാറ്റി കൊടുക്കുക, പ്രോട്ടോ എന്ന് ആക്കി കൊടുക്കുക. That is the best. Sorry, that is one way. But the best way is സ്ക്രിപ്റ്റിന്റെ പേര് ഇടുമ്പോൾ തന്നെ കറക്റ്റ് പേര് കൊടുക്കുക. That is the best way. So I always follow that. So let me go ahead and create a script with the proper name. Okay, എനിക്ക് പ്രോട്ടോ എന്നാണ് പേര് വേണ്ടതെങ്കിൽ let me go ahead and create a script name with proto. Fine. Right. So let me go ahead and open the script. കുറച്ച് ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദിസ് എന്താണ് ക്ലാസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്ലാസ് ഇസ് ലൈക്ക് എ കണ്ടെയ്നർ. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾക്കനുസരിച്ച് അത് വീണ്ടും സ്പെസിഫൈ ആയിക്കൊണ്ടിരിക്കും. അതിന്റെ വർക്കിംഗ് ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊടുക്കാൻ പറ്റും. ക്ലാസ് എന്ന പോലെ തന്നെ മറ്റൊരു സാധനമാണ് ഫംഗ്ഷൻ എന്ന് പറയും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നമുക്ക് ഒന്നിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് ടാസ്കുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ലെറ്റ്സ് സേ ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു കാൽക്കുലേറ്ററിനകത്ത് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കാൻ നടക്കേണ്ട സർട്ടൻ സ്റ്റെപ്സ് ഉണ്ട്. 2 വാല്യൂസ് എടുക്കുക, ആ 2 വാല്യൂസ് ആഡ് ചെയ്ത് 2 റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുക. സോ ഇത് 3 ആഡ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒന്നിച്ച് നടക്കേണ്ടതാണ്, റൈറ്റ്? സോ ഈ സ്റ്റെപ്സുകളെ, ഈ 3 കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ട സ്റ്റെപ്പിനെ നമ്മൾ ഒന്നാക്കി അതിനൊരു പേര് കൊടുക്കും. ആഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു പേര് കൊടുക്കും. So that is a function. So add എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ അതിനകത്തുള്ളതെല്ലാം വർക്ക് ചെയ്യും, വേറൊന്നും വർക്ക് ചെയ്യത്തില്ല. സോ സിമിലർലി ഇതിനകത്തെ ഫങ്ഷൻസ് ആണ് വോയിഡ് സ്റ്റാർട്ട് അഥവാ വോയിഡ് അപ്ഡേറ്റ്. സോ വോയിഡ് സ്റ്റാർട്ട് നടക്കുമ്പോൾ അതിനകത്ത് കൊടുത്ത കാര്യങ്ങൾ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. വോയിഡ് അപ്ഡേറ്റ് നടക്കുമ്പോൾ അതിനകത്ത് കൊടുത്ത കാര്യങ്ങൾ മാത്രം. ഡിഫറൻസ് ഇസ് വോയിഡ് അപ്ഡേറ്റ് ഓരോ ഫ്രെയിമിലും നടക്കും. സോ ഓരോ ഫ്രെയിമിലും അതിനകത്ത് കൊടുത്ത എല്ലാ കാര്യങ്ങളും നടക്കും. സോ ദാറ്റ് യു ഹാവ് ടു ഓൾവേസ് റിമെമ്പർ what is class and what is function, right? ഇനി ഇത് ഇൻബിൽഡ് ഫങ്ഷൻസ് ആണ്. ഇത് ഓൾറെഡി ഇതിനകത്തുള്ള ഫങ്ഷൻസ്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഒരുപാട് ഇൻബിൽഡ് ഫങ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കൊളിഷന്റെ സമയത്ത് നമ്മളൊരു ഫംഗ്ഷൻ വിളിച്ചാൽ ഓൺ കൊളിഷൻ ഉണ്ട്, അഗൈൻ അതൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ്. ഓൺ ട്രിഗർ ഉണ്ട്, അതൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ്. ഇതല്ലാണ്ട് നമുക്കും സ്വന്തമായിട്ട് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, റൈറ്റ്? സോ that is
ക്ലാസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഇതിന്റെ ഒരു ഐഡിയ, ഒരു വേഗ് ഐഡിയ നിങ്ങൾക്ക് കൊണ്ടാവണം. കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓൾവേസ് പ്ലീസ് ഡു കമന്റ്. അതിനനുസരിച്ച് വിൽ ട്രൈ ടു പുട്ട് ഔട്ട് ദ കണ്ടന്റ്. ബട്ട് ദിസ് ഇസ് ജസ്റ്റ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. നമുക്കൊരു ഗെയിം ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ വിതൗട്ട് any further delay, let me get into the concept of loops. Now, let me ask you this. I want to print my name, right? എൻ്റെ പേരൊന്ന് എനിക്ക് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. Fine. What I can do is debug.log. This is how we used to print. My name is Bennett and I'm going to print that, right? One time. Okay. Now I'm going to save the script and I'm going to add the script to this game object. The game object letting a script add it to it. Now let me go ahead and play. Plain and simple. And the page would print it. Now, what if I have to print it 5 times? Simple. Let me just go ahead and type it in 5 times. So rather, I'll just copy and paste it 5 times. 4, 5. Now, save your script. Yes, I'll give you a tip. This script save is it I'll tell you how. More സ്ക്രിപ്റ്റിന്റെ അവിടെ there is something called proto. നമ്മളുടെ സ്ക്രിപ്റ്റിന്റെ പേര് എഴുതിയ സ്ഥലമുണ്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട്. അതിന്റെ അവിടെ ഒരു ചെറിയ ആസ്ട്രിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് സ്ക്രിപ്റ്റ് ഇസ് നോട്ട് സേവ്ഡ്, റൈറ്റ്? അതിന്റെ അർത്ഥം ആ സ്ക്രിപ്റ്റ് സേവ് ചെയ്തിട്ടില്ല എന്നാണ്. സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ see this, that asterisk is gone, right? So now I have saved the script. Let me go ahead and do click Control key. See, 5 times. Now, what if I have to print it 100 times? That is going to create a problem. I'm not going to sit and copy. Copy No, I'm not going to do that. What is the solution? Some of you might be thinking, update na the term. You're right. Yes, update na the term. So what I'll do is, ഞാനിത് കോപ്പി ചെയ്തിട്ട് ഞാനിത് അപ്ഡേറ്റിനകത്ത് കൊണ്ടിടാൻ പോകും, റൈറ്റ്? ഞാനിത് അപ്ഡേറ്റിനകത്ത് കൊണ്ടിടാൻ പോകും. ലെറ്റ്സ് ക്ലിക്ക് Control P. Now remember, എനിക്ക് 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. കണ്ടോ, 100 പ്രാവശ്യം പ്രിന്റ് ചെയ്തു, പക്ഷെ 100 കഴിഞ്ഞ് വീണ്ടും പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ് ഓൺ പ്രിന്റിങ്. ഫ്രെയിം വർക്ക് ചെയ്യുന്നിടത്തോളം. വാട്ട് ഇസ് എ സൊല്യൂഷൻ? കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് 100 പ്രിന്റ് ആകുമ്പോൾ ഒരു കീ ഞെക്കിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യണം. നോ, there is a much better solution. അതിന് വളരെ ഈസിയും വളരെ യൂസബിളുമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ലൂപ്സ്. ലൂപ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. സോ ഒരേ ടാസ്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കേസസിലാണ് നമുക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇത് എന്റെ പേര് തന്നെയാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സോ ആ കേസിലാണ് നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യുന്നത്. Now, loops are of 2 types. We have entry controlled and exit controlled loops. Fine. Loops are of 2 types. We have entry controlled and exit controlled loops. Entry controlled loop എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിലേക്ക് കയറണോ വേണ്ടയോ, ആ ടാസ്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കയറുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിട്ട് ഒരു കണ്ടീഷൻ ആയിരിക്കും ചെക്ക് ചെയ്യുക. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമായിരിക്കും ആ ടാസ്ക് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ടാസ്ക് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തോളൂ. വീണ്ടും ചെയ്യണമെന്ന് പറയാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എൻട്രി കൺട്രോളിനകത്ത് അത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ശരിയായിരിക്കണം.
എന്നാൽ മാത്രമേ അത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യത്തുള്ളൂ. വീണ്ടും കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും ചെയ്യും. എക്സിറ്റിനകത്ത് കണ്ടീഷൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തിരിക്കും. അതിനുശേഷം പിന്നെ കണ്ടീഷൻ ശരിയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യും, തെറ്റാണെങ്കിൽ ചെയ്യും. I'll explain it to you. Okay. So ഏതൊരു ലൂപ്പിനും മൂന്ന് കാര്യങ്ങൾ വേണം. So first we are starting with for loop. For loop വെച്ചാണ് നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത്. So വേണ്ട മൂന്ന് കാര്യങ്ങൾ. First one is a starting point. ഒരു starting point വേണം. Second one is a ending point. ഒരു ending point വേണം. And third one, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഈ എൻഡിങ് പോയിന്റിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴിയും വേണം. യു നീഡ് എ വേ ടു റീച്ച് ദയർ. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അവിടം വരെ എത്താനുള്ള ഒരു വഴിയും കൂടെ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഫോർ ലൂപ്പ് ഈസ് ഗോയിങ് ടു വർക്ക്. സിമ്പിൾ, സിന്റാക്സ് സിമ്പിൾ ആണ്. ലെറ്റ്സ് ഡു ഇറ്റ് ലൈക്ക് ദിസ്. I'm going to do it and start for now. For അല്ലെങ്കിൽ വേണ്ട, നമ്മൾ എന്തായാലും ഇൻപുട്ട് കീ പഠിച്ചില്ല. സോ നമുക്ക് ഇനി എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തന്നെ ചെയ്യും. സോ ഇഫ് ഇൻപുട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വിൽ ഡു ഇറ്റ് ഇൻ സ്റ്റാർട്ട് ആൻഡ് ദെൻ കൺവേർട്ട് ഇറ്റ് ഇൻടു ഔട്ട്പുട്ട്, എന്നിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് ക്ലിയർ ആവും. സോ ഫോർ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കുമല്ലോ. ആ വാല്യൂ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥലം വേണം. സോ ഇതർ ആ സ്ഥലം നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇവിടെ ഈ സമയത്ത് തന്നെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ഇന്റ് I ഈക്വൽ ടു 0. 0യിൽ നിന്ന് തുടങ്ങണം. Now ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ ഞാൻ ആക്സസ് സ്പെസിഫയർ മെൻഷൻ ചെയ്തിട്ടില്ല. ഡിക്ലറേഷൻ ആക്സസ് സ്പെസിഫയർ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാനിവിടെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് എങ്ങനെ വർക്ക് ചെയ്തു? The thing is, ആക്സസ് സ്പെസിഫയർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അതിന്റെ ആക്സസ് ഇസ് പ്രൈവറ്റ്. മനസ്സിലായോ? ബൈ ഡിഫോൾട്ട് അതിന്റെ ആക്സസ് പ്രൈവറ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ പബ്ലിക് ആയിട്ട് അത് മെൻഷൻ ചെയ്യണം. അങ്ങനെ മെൻഷൻ ചെയ്യാണ്ട് ചുമ്മാ വേരിയബിൾ മാത്രം ഡിക്ലെയർ ചെയ്താൽ, ആക്സസ് സ്പെസിഫയർ ഇല്ലാണ്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പ്രൈവറ്റ് ആണെന്ന്. ഫൈൻ, ഇതിപ്പോ പ്രൈവറ്റ് ആണ് കാരണം എനിക്കിത് ഫോർ ലൂപ്പിനകത്ത് മാത്രം മതി. പുറത്ത് ഇതുകൊണ്ട് എനിക്ക് ഒരു ഉപയോഗവും ഇല്ല. I is equal to 0, സെമികോളൻ. ഓരോ സ്റ്റേറ്റ്മെന്റ്സ് കഴിയുമ്പോൾ നമ്മൾ സെമികോളൻ ഇടണം. അതിപ്പോ പ്രിന്റ് ചെയ്യാനുള്ളതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. സോ എന്താണ് സ്റ്റേറ്റ്മെന്റ്സ്? സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് വിഷ്വലി കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിഷ്വലി ഇവൻ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവുന്നത്. ആ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്? സോ ഇൻഡ് I is equal to 0 എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ട്. എന്താണ്? I എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഡിക്ലെയർ ചെയ്ത് അതിലേക്ക് 0 കൊണ്ടുവച്ചു. സോ വി പുട്ട് എ സെമികോളൻ. അടുത്തത് I എനിക്ക് എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം. സോ 0യിൽ നിന്ന് 100 വരെ പോകണം. 0യിൽ നിന്ന് 100 വരെ പോകണം. പക്ഷെ 100th പ്രാവശ്യം പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലെറ്റ്സ് സേ എനിക്കൊരു 5 പ്രാവശ്യം പ്രിന്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുക. സോ 0യിൽ നിന്ന് 5 വരെ പോകണം. Now let's see. 0യിൽ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്തു, 1ൽ പ്രിന്റ് ചെയ്തു, 2ൽ പ്രിന്റ് ചെയ്തു, 3ൽ പ്രിന്റ് ചെയ്തു, 4ൽ പ്രിന്റ് ചെയ്തു, 5ൽ പ്രിന്റ് ചെയ്തു. 0, 1, 2, 3, 4. 4ലായപ്പോ തന്നെ എത്ര പ്രാവശ്യം പ്രിന്റ് ആയി? 5 പ്രാവശ്യം പ്രിന്റ് ആയി. 5ലായപ്പോഴോ 6 പ്രാവശ്യം പ്രിന്റ് ആയി. കാരണം നമ്മൾ തുടങ്ങുന്നത് എവിടുന്നാണ്? 0യിൽ നിന്നാണ്. സോ അപ്പൊ 0യിൽ തുടങ്ങുമ്പോൾ 4 വരെ പോയാൽ മതി, അല്ലെങ്കിൽ 4 വരെ പ്രിന്റ് ചെയ്താൽ മതി. 5ൽ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സിമിലർലി 100 വരെ പോകുമ്പോൾ 100ൽ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 99th വരെ പ്രിന്റ് ചെയ്താൽ മതി. സോ യു ക്യാൻ ഗിവ് ദ കണ്ടീഷൻ I ലെസ് ദാൻ 100. അതായത് I 100ലും താഴെ ആയിരിക്കണം. 0യിൽ നിന്ന് തുടങ്ങി 100ൽ താഴെ വരെ 99 വരെ പ്രിന്റ് ചെയ്യണം. 100ൽ പ്രിന്റ് ചെയ്യണം. ഇനി അവിടേക്ക് എത്താനുള്ള വഴി, 0യിൽ നിന്ന് 100ലേക്ക് എത്താനുള്ള വഴിയാണ് ഇൻക്രിമെന്റ് I++. സിമ്പിൾ. 0 സ്റ്റാർട്ടിംഗ് പോയിന്റ്, 100 എൻഡിങ് പോയിന്റ്. 0യിൽ നിന്ന് 100ലേക്ക് എത്താനുള്ള വഴി is increment operator. ഇനി open the brackets and
നടക്കേണ്ട കാര്യം എന്താ? എന്റെ പേര് അതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് എ ടാസ്ക്. debug.log, then this is the task. Now again this is going to end with a semicolon. കാരണം എന്താ? debug.log print ചെയ്ത് കാണിക്കുന്നു റിസൾട്ട് ഉണ്ട്, right? So this is going to end with a semicolon. Now we are going to save this, and then let's go ahead and see how it works. See, exactly 100 times. Exactly 100 times. That's printed. Now, I actually need to show you how this loop works. How is it going to work? What happens is, first, it is going to initialize that I is 0. Pi value is 0. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും. 0 less than 100 ശരിയാണോ തെറ്റാണോ? ശരിയാണ്. സോ ശരിയായതുകൊണ്ട് ഇത് ഇതിനകത്തേക്ക് കയറും. എന്നിട്ട് ഇത് ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യും. മൈ നെയിം ഇറ്റ് വിൽ പ്രിന്റ് വൺസ്. അതിനുശേഷം ഇറ്റ് വിൽ ഇൻക്രിമെന്റ് ഐ. സോ ഐ ഈസ് ഈക്വൽ ടു 0, 0 less than 100 ശരിയാണ്, അകത്തേക്ക് കയറും. ഇറ്റ് വിൽ പ്രിന്റ് മൈ നെയിം എന്നിട്ട് ഐ പ്ലസ് പ്ലസ്. സോ നൗ ദ വാല്യൂ ഓഫ് ഐ ഇസ് 1. അതിനുശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 less than 100 ശരിയാണോ? ശരിയാണ്. സോ അഗൈൻ ഇറ്റ് വിൽ ഗോ ഇൻസൈഡ്, പ്രിന്റ് മൈ നെയിം, ഇൻക്രിമെന്റ് ഐ ഇസ് നൗ 2. Again we'll check the condition. 2 less than equal less than 100. Condition is true. അകത്തേക്ക് വരും, print. പുറത്തേക്ക് I is now 3. Similarly, it will go till 99. Now, what happens at 99? Let's say 99 ആണ്. 99 less than 100, 2. അകത്തേക്ക് വരും, it will print. It will increment the I. Now I is 100. Condition is being checked. 100 less than 100. It is false. So it will accept. Exactly 100 times. Now, for loop is an entry control. Why? Because condition ശരിയാണെങ്കിൽ മാത്രമേ അതിനകത്തേക്ക് കയറത്തുള്ളൂ. So let's say I is equal to 0, 0 less than 100 ശരിയാണ്, അതുകൊണ്ടാണ് അത് പ്രിന്റ് ആവുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രിന്റ് ആവില്ല. Let me just change it. ഞാൻ കണ്ടീഷൻ മാറ്റാൻ പോവാണ്. I greater than 100. I 0 എന്നാണ് തുടങ്ങാൻ പോകുന്നത്. I greater than 100 ആയിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും പ്രിന്റ് ആവുമോ നോക്കാം. Let's try. Nope, nothing. No. Why? Because that condition is not even satisfied one time. I തുടങ്ങുന്നത് 0 in, right? 0 100 വലുതാണോ? അല്ല. Simple, right? So it didn't even work one time. ഒരു പ്രാവശ്യം work ചെയ്യില്ല. So that means for loop is an entry control loop. അകത്ത് കയറി സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തത് ശരിയാണെങ്കിൽ മാത്രമാണ് അകത്ത് കയറി സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ. ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് മേ ബി ഐ അറ്റാച്ച് സം ഡോക്സ് വിത്ത് ഇറ്റ്. കുറച്ച് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യും. അതിനകത്ത് ഐ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഇൻ എ റിട്ടൺ ഫോം ആസ് വെൽ. സോ ഇറ്റ് വിൽ ബി മോർ ഈസിയർ ഫോർ യു, റൈറ്റ്? ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ് ഫോർ ടുഡേ. For loop, at least this for this video it is enough, right? For loop നല്ലതായിട്ട് ഒന്നുകൂടെ നോക്കുക. We have 2 more loops. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. And as always, if you have actually gained knowledge from this video, please do like, share and subscribe. And if you have any doubts, please don't hesitate to comment. കാരണം നിങ്ങളുടെ comments വെച്ചിട്ടായിരിക്കും we are going to put in more content and more effort. Okay, so thank you. Please keep supporting us. And this is me signing off from another video. Thank you.